സി ജിൻറ്റപ്പനെ എനിക്കറിയാം. എൻ്റെ വീട് ഇപ്പം വച്ചിരിക്കുന്ന അവിടെ നിന്ന് ജിൻറ്റപ്പൻ്റെ ജിം, അടുത്തുള്ള ജിം നോക്കിയപ്പം ജിൻറ്റപ്പൻ്റെ ജിം അവിടെ ഉണ്ട്. സോ അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നതും. അത് ജിൻറ്റപ്പനായിരുന്നു സംസാരിക്കുന്നതും. കം ടു ജിം, നമുക്ക് നോക്കാം, ട്രെയിനിൻ്റെ കാര്യം ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന രീതി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് റെഗുലർ ബേസിൽ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അന്ന് ഒന്ന് വർക്കൗട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിച്ച് നോക്കുമല്ലോ ഫ്ലെക്സിബിൾ ആണോ. ആൻഡ് ഹി ന്യൂ ദാറ്റ് ഞാൻ ഓൾറെഡി ചങ്സും അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹി ന്യൂ ദാറ്റ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള അറിയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ നാളെ തൊട്ട് ജോയിൻ ചെയ്യുമല്ലോ അല്ലെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജിൻറ്റോ ചേട്ടാ ഇങ്ങനെ ദൂരാണ്, അപ്പോൾ ഞാൻ ചിലപ്പോൾ ജോയിൻ ചെയ്യില്ല. അപ്പൊ ഈ അണ്ടർസ്റ്റുഡ് അയ്യോ അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യോ, ഒരു ബൈറ്റ് നമുക്ക് ഇങ്ങനെ പ്രൊമോഷൻ രീതിയിൽ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല. ഓക്കെ ഞാൻ എന്തായാലും വന്നു ഒരു വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ അങ്ങനെ അന്ന് ചെയ്ത് കൊടുത്തതാ. അപ്പൊ എന്നോട് ആ സമയത്തും ജിൻറ്റപ്പ എന്നോട് മാഷെ, ഇന്നെ എല്ലാരും മാഷെ വിളിക്കുന്നതെന്ന് അന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതേ സെയിം ആണ് ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോഴും എന്നോട് പറഞ്ഞു ശരണ്യ എന്നെ മാഷെന്ന് വിളിച്ചാൽ മതി, ഞാൻ ശരണ്യനെ ട്രെയിനൊക്കെ ചെയ്തതല്ലേ. അപ്പൊ ഞാൻ ജിൻറ്റപ്പനെ ഇങ്ങനെ നോക്കി. അപ്പൊ ജിൻറ്റപ്പൻ അപ്പൊ ഞാൻ ശരി എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ശ്രീതു. അങ്ങനെയാണ് ഞാൻ ശ്രീതുവിനെ ഇങ്ങനെ നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ ജിൻറ്റപ്പ എന്നെ ട്രെയിൻ ചെയ്യുന്നു. കാരണം എനിക്ക് പുള്ളിനെ അറിയാം. ജിം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നല്ല ആ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. പുള്ളി നല്ല ചേഞ്ചസ് ചെയ്യുന്ന മേക്ക് ഓവർ ചെയ്യുന്നതും അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നതാണ്. എനിക്ക് അതറിയാം. ഓൾറെഡി പുറത്തുനിന്ന് നമ്മൾ കണ്ടിട്ടാണ് പോയത്. ബട്ട് ജിൻറ്റപ്പൻ എന്നെ ശിഷ്യനാക്കിയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ജിൻറ്റപ്പൻ ചോദിച്ചപ്പോഴാണ് പിന്നെ ഞാൻ അവിടുത്തെ പാവം തുടക്ക സമയത്ത് ആളുടെ ഹാർട്ട് ബ്രേക്ക് ചെയ്യണ്ട, നമുക്ക് ഇനി 100 ദിവസമൊക്കെ കാണാനുള്ളതില് അമ്മന് ശരിയാ മാഷയാണ്. ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ ഇപ്പൊ ഇത് പുറത്തൊരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാര് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കയറിയിട്ടുണ്ടാവും. ഞാനതൊക്കെ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ജിൻറ്റപ്പ എന്തോ ഒരു വരക്ക് അതിന്റെ ഒക്കെ വീഡിയോ കിടപ്പുണ്ട് ഇൻസ്റ്റയില്. ഏത് വീഡിയോ ആണ് ഇത് ഉദ്ദേശിച്ചത്, എന്താണ് ഈ പറയണത്, ഏത് വീഡിയോ ജിൻറ്റപ്പന്റെ കൂടെ ഉള്ളത്? അപ്പൊ ജിൻറ്റപ്പ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞ പ്രൊമോഷൻ വീഡിയോ ആണോ? അനന്നാ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത്. അതൊരു അങ്ങനെ കുറച്ച് പേര് അല്ലാണ്ട് എല്ലാരും പറഞ്ഞല്ല. പക്ഷെ ആ ഹൗസിനകത്ത് കയറിയപ്പോ ചേച്ചിക്ക് ആരെയും ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് ആള് വന്നേ, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്ത് കാരണം ഞാൻ പറഞ്ഞു അവിടെ ആൾക്കാര് തമ്മിലുള്ള കണക്ഷൻസ് കൂടുതൽ പറഞ്ഞത് ചേച്ചി. ഇവര് തമ്മിൽ അവരാണ്. ഞാൻ ഫസ്റ്റ് വീക്കിൽ തന്നെ പൂജയ്ക്ക് ഏറ്റവും കൂടുതൽ അറിയാം. ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാനും സിജോയും ഏകദേശം സ്കെച്ച് എടുത്തിരുന്ന ആൾക്കാരാണ്.